രാത്രിയാകുമ്പോ നല്ല വൈബാ. മെയിൻ ടൗണുകളും മൊത്തം എയർപോർട്ട് അതാ അങ്ങ് ആ കാണുന്നതാണ് എയർപോർട്ട്. എയർപോർട്ടോ? ഫ്ലൈറ്റ് ഇറങ്ങുമ്പോ നോക്ക് ഇവിടുന്നാണ് നോക്ക് ഫുൾ വൈബ്. മോനെ നല്ലൊരു മഴക്കുള്ള കോളുണ്ട് കേട്ടോ. മഴക്കുള്ള കോളും ഉണ്ട് ഇവിടെ ഉണ്ട്. അതിനൊന്നുമല്ല നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ നിന്നിട്ട് മനസ്സ് ക്ലിയർ ആക്കാം. അതായത് മനസ്സ് ഒരു റീഫ്രഷ്. കാവനൂർ ടൗണാണ് ആ കാണുന്നത്. അവിടെ രാത്രി ആവുമ്പോ മജ്മ സ്കൂൾ കോളേജ് നമ്മളെ രാത്രി വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ ഇടക്കിടക്ക് പോലീസുകാർ വന്നുകൊണ്ട് കഞ്ചാവും മറ്റൊക്കെ ഉണ്ടോന്ന് തപ്പും. അപ്പൊ അങ്ങനത്തെ ഇങ്ങോട്ട് വരാക്കുക. നല്ലവർക്ക് ഫാമിലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നവർക്ക് അടിപൊളിയായിരിക്കും. ഇവിടത്തെ എങ്ങനെയാണെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. ഹലോ, പറഞ്ഞോ മൈക്കിൽ. അസ്സലാമു അലൈക്കും. അല്ലേ ഞാൻ സ്ഥലല്ലേ ഇവിടെ വരുന്നതല്ല, നിങ്ങൾ ഇടക്കിടക്ക് അവിടൊക്കെ മഴ ചെയ്തിട്ടോ മഴ പെയ്തേ. എന്തൊരു ഭംഗിയാ ഇത്. അല്ല ആയണ്ടത് സാധനം. ഇതിവിടെ കുളം പുതിയ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയതാട്ടോ. ഇത് സിംഹ ഇതിലടി ചാടി കുളിച്ചാലോ നമുക്ക്. ഇതില് കമ്പിയൊക്കെ ഉണ്ടോന്നാവല്ലേ, കുത്തി കയറി ചിലപ്പോ. കളറ് വെള്ളല്ലേ. ഓ അടിപൊളി സ്വിമ്മിംഗ് പൂൾ തന്നെ. ഞാന് ഇങ്ങനെ വഴി കിട്ടി വന്നതാണ്. വഴി കിട്ടി വരാൻ വലിയ പണിയൊന്നുമില്ല. എന്റെ വണ്ടി ജീവന്റെ വണ്ടി ഞാൻ ഇവിടെ കണ്ടു. മലപ്പുറം അരീക്കോട് കാവന്നൂരാട്ടോ മഴ പെയ്തിട്ട്. മഴ കോടയുണ്ട്, കോടയുണ്ട്, നല്ല വിശപ്പുണ്ട്. പൊറാട്ടയും ബീഫും വാങ്ങി തരും. ആരാ വാങ്ങി തരാ? ഇന്നലെ ഞാൻ വാങ്ങി തന്നു, ഇനി ഞാൻ വാങ്ങി തരും. ഇന്നലെ എന്റെ അടുത്ത് ഇന്നലെ ഫുഡ് കഴിക്കുന്ന സമയത്ത് രാത്രി ചിന്ത പറഞ്ഞു എന്നോട്. ഇന്നലെ രാത്രി നമ്മള് പുറത്ത് പോയപ്പോ ചിന്ത പറഞ്ഞേ നമ്മളെ കടയിൽ പോകുമ്പോ 200 ഉറുപ്പല്ല 300 ഉറുപ്പ. അതായത് അല്ലോ പൈസ വരും പോവും. മാറല്ല ഇങ്ങോട്ട് വാ. ബീഫും പൊറോട്ടയും വാങ്ങി തരാം. 20 ബാക്കിയൊന്നും വെക്കാനൊന്നുമില്ല. 200 ഉറുപ്പ്യക്ക് പരിപാടി തീരും. പിന്നെ ഞാൻ ബാക്കി അതൊക്കെ കുളിച്ചാണ്. നാളെ എന്നോട് ബാക്കി വെച്ചാൽ തിരുമ്പിയാളോ ചാടിയാളേക്ക് പോരുട്ടോ. അല്ല കയ്യിന്ന് പോയാ കഴിഞ്ഞിട്ടോ, ഞാൻ മുങ്ങിച്ചാവും. അതല്ല ഇപ്പൊ പൊറോട്ട കുറപ്പിച്ചില്ലേ? ഇറച്ചി പൊറോട്ടയും അല്ലു വാങ്ങി തരും. അപ്പൊ ഞങ്ങൾ അന്നത്തെ പരിപാടി ഞങ്ങൾ പൊറോട്ടയും ബീഫും കഴിക്കാൻ പോവാണ്. പിന്നെ അല്ലു വേറെ കോമഡി ഉണ്ട്. വാസിനോട് കാര്യം പറഞ്ഞു. എന്ത് ഓർക്ക് ഇപ്പൊ ഞങ്ങള് മീൻ പിടിച്ചാൻ പോയാല് കേക്കുണ്ടോ? മീൻ പിടിക്കാൻ പോയാല് അവിടുത്തെ മീന് ആർക്കെ കുറച്ച് കിട്ടിയാല് അത് ഓന് പേരെ കൊണ്ടുപോകണം. ചിപ്സ് വാങ്ങാൻ പോയാൽ പൊട്ടുംപൊടി ഉണ്ടെങ്കിൽ പൊട്ടുംപൊടി ഓന് വേണം. ഇറച്ചി വാങ്ങാൻ പോയാൽ ലിവർ ഉണ്ടെങ്കിൽ അതോന് വേണം. ഇന്നലെ മറ്റേ വാങ്ങിയാണ്. ഇന്നലെ മറ്റേ കോട്ടാ അല്ല അങ്ങനെ അതെടുത്ത് കൊണ്ടുപോയില്ലേ? അത് പറഞ്ഞേ അല്ല സ്നേഹത്തിന്റെ ഒന്നല്ല. ഇപ്പൊ ഞാൻ അനക്ക് വെക്കാൻ ഒരു മൈക്ക് തരുമെന്ന് ചോദിച്ചപ്പോ ഓന്റെ ഇതുണ്ട് ആ മൈക്ക് അതും എടുത്തിട്ട് പോയി. അത് വിട്ടുകൊടുക്കൂല. ഇതാണ് കുഴപ്പം. ഇതാണ് എന്റെ കുഴപ്പം. എന്തായാലും അവസാനം കിട്ടേ. ഇനിയിപ്പോ മറ്റേ നത്തോലില്ലേ, മറ്റേ നത്തോലി അറിയോ? ബത്തോലിനാണ് നത്തോലി അറിയാം. മാന്തള. മീനൊരു പ്രശ്നമുണ്ട്. മീനിപ്പം ബോട്ട് മറിഞ്ഞോ? അപ്പൊ മൊത്തത്തില് കടല മൊത്തം നാശായോ? അപ്പൊ എന്നാ പോവാ. ബീഫും പൊറോട്ടയും പോവല്ലേ? എന്നാലേ പൊറോട്ട കഴിക്കാൻ പോവാട്ടോ. അതാ സാമൂഹ്യ വിരുദ്ധർ ഇവിടെ വന്നാണ്ട് കള്ളും കുടിച്ചാണ്ട്. പിന്നെ മുണ്ടാന്നാ ഇത് ഒരു പരിപാടി ഉണ്ട്. ഇത് വെച്ചാല് നമുക്ക് സെറ്റപ്പ് ഉണ്ടാക്കാം. എന്താ വെച്ചാല് ഇതിവിടെ ഇങ്ങനെ കട്ട് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട് നമുക്ക്. പക്ഷെ നമുക്ക് ഒന്നെങ്കിൽ ഗ്ലാസ് കട കൊണ്ടുകൊടുത്ത ഒരു കട്ട് ചെയ്ത് തരും. അല്ലെങ്കിൽ നമുക്ക് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നൂല് ഇങ്ങനെ റൗണ്ടിൽ കെട്ടിയിട്ട് അതിമേല് കുറച്ച് ഡീസൽ ഒഴിച്ചിട്ട് കൊളുക്കുക. ഒന്നെങ്കിൽ പൊട്ടിത്തെറിച്ചും, അല്ലെങ്കിൽ ഇത് കറക്റ്റ് ആയിട്ട് ഇവിടെ ഇങ്ങനെ കട്ടാവും. കട്ടായി കഴിഞ്ഞാൽ നമുക്കൊരു അടിപൊളി ഗ്ലാസ് ഇട്ടിട്ട് ചായ കുടിക്കാനൊക്കെ
എന്നാലും സർവീസ് ചെയ്യൂല പോയിട്ടില്ലേ? ഒരു 150 ഉറുപ്പിക എടുത്താൽ സർവീസ് ചെയ്ത് തരും എനിക്ക്. കൽപ്പിച്ചിട്ടാകത്തെ അല്ല നമ്മളങ്ങോട്ട് പോണേ? ബീഫും പൊറാട്ടയും നിന്നാലേ ഇരുപത്തിക്ക് ഓൾഡ് ബീഫോ? അത് ഇവിടെ 20 ഉണ്ടാവും. എന്താ കടന്റെ പേര്? കടന്റെ പേര് എനിക്കറിയില്ല, കടക്ക് പേരില്ല. നമുക്ക് പോയി നോക്കാം. ഒന്ന് വെള്ളിയാഴ്ച കൊണ്ട് കട ഇത് നമ്മളെ ബൈജു അറിയില്ല. ഞങ്ങള് ഓൾഡ് ബീഫ് എന്നാ പോവാ. അജു പറഞ്ഞോ ആണേ പോലും മിണ്ടാത്തെ പണിയില്ലേ കിളി മാറി വെക്കണേ. ഞങ്ങള് പോകാണ്, ഞങ്ങള് പോകാണ്, ഞങ്ങൾ പൊറാട്ടയും ബീഫും കഴിക്കാൻ പോകാണ്, 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 ഞങ്ങള് പോകാണ്, പോകാണ്, 20 പാട്ടുണ്ടല്ലോ പോകാണ്. നമ്മൾ ബീഫും പൊറാട്ടയും കഴിക്കും. തലല്ലാതെ തെങ്ങ് ഒരു കൂട്ടം പന്നികൾ മുന്നിൽ ചാടി അങ്ങനെ ഉണ്ടാവും. മയിലിനെ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇട്ട് നിൽക്കാട്ടോ. കാട്ടിലൊക്കെ ആണെങ്കിൽ കഴിച്ചില്ല പോയി അവർക്ക് ഞാൻ പോവാ ഇങ്ങനെ കൊണ്ടുപോകാം. ഒരു പേടിയില്ലട്ടോ ഇനി. ശരി ആണ പെണ്ണല്ലേ? 4 പന്നികൾ ഇങ്ങനെ നിൽക്കാൻ നമ്മളെ നാട് എന്ന് പറഞ്ഞാല് നമ്മളെ നാടിന്റെ അത്ര ഭംഗി വേറെ നാട്ടിലില്ല. നമ്മൾക്ക് ഫുള്ള് മലകളും പുഴകളും അരുവികളും തേനരുവികളല്ലേ, പൂനരുവികളല്ലേ. കല്ലില്ല. ഓൾഡ് ബീഫ് 20 വലിയ അങ്ങാടിയാ പോവാ. പഴയമാതിരിയല്ല 20 ഇറങ്ങിയാൽ. നമ്മളെ കമ്പനിക്കാരെ കടതാ, ഒരു പുതിയ തുടങ്ങിയതാ. MKB ഇതാണ് നമ്മളെ ചായക്കട. CK റെസ്റ്റോറന്റ്. എന്തേലും ഉണ്ടാ പൊറാട്ടല്ല ഇവിടെ വന്നാ നമ്മള് എടുത്തു പൊറാട്ടക്ക് ഓൾഡ് ബീഫ് ഉണ്ടോ? ഓൾഡ് ബീഫ് കഴിഞ്ഞു. നമുക്ക് അടുത്ത ബോട്ടിയും പൊറാട്ട നിന്നാണ്. ബോട്ടിയും പൊറാട്ട തൽക്കാലം ബീഫ് നമുക്ക് അടുത്ത ഇതിൽ നോക്കാം. അടുത്തതിൽ ബോട്ടിയാലും മതില്ലേ? ബീഫ് നമുക്ക് അടുത്ത പ്രാവശ്യം വരണം. ഓൾഡിന് ഇവിടെ രാവിലെ കുറച്ച് നേരത്തെ വന്നാലേ സാധനം രാവിലെ അപ്പൊ ഞങ്ങള് നല്ല പൊറാട്ടത്തിന് നമ്മളെ കാക്കാന്റെ പൊറാട്ട. പൊറോട്ട നോക്കിയേ. ഓൾഡ് ബോട്ടി അതിലെടുത്ത് തിന്നത് ഓൾഡ് ബീഫ് അടിപൊളിയാ. പോയിട്ടുണ്ട്. കുഴപ്പമില്ലല്ലോ. മധുരം കുറവുണ്ടല്ലോ. മധുരം കുറവൊന്നും വേണ്ട. ചായ മധുരം കുറവ് വേണ്ട. ഒരു കട്ടലിന് മധുരം കുറവ്. എനിക്ക് കട്ടൻ ചായ കേട്ടോ. സാലിന് നല്ല ബീഫിന്റെ സാധനം. ബീഫിന്റെ ചാറ് കഷ്ണം അല്ലു കിട്ടി. നമ്മള് ഒരു പീസ് പൊറോട്ട എടുക്കുക, ഒരു ചെറുതായി ചാറിൽ മുക്കിയിട്ട് ഇതിന് ഒരു ബോട്ടി കഷ്ണം എടുക്കുക. എന്നിട്ട് വായിൽ വെച്ചാണ്ടല്ലോ. അയ്യോ കറിവേപ്പിന്റെ ഉണ്ടോ എനിക്ക് ഇഷ്ടമല്ല. നല്ല രസമുണ്ട്. സൂക്ഷിച്ചോ, ഞാൻ വീഡിയോ എടുക്കണ ഗ്യാപ്പിൽ ചെങ്ങായി തിന്നു തീർക്കും. അല്ലല്ലേ? ഹലോ, ഞങ്ങളിവിടെ വീഡിയോ എടുക്കണതിന്റെ മുമ്പ് ഇത് പകുതി ആക്കിയേക്കളാ. ചെറിയൊരു പേടിയാണ്, പക്ഷെ നല്ല അടിപൊളിയാ ഭക്ഷണങ്ങളൊക്കെ. അല്ലോ ബീഫ് അടിപൊളി അല്ലേ? ബീഫല്ല ബോട്ടി. ഡ്രോൺ ഷോട്ട്. ഞങ്ങൾക്ക് രണ്ടാളതും ഇഞ്ഞു പൊറോട്ട ബാക്കി. അനക്കിന് പൊറാട്ടെ അല്ലോ. അതായത് ജീവിക്കാൻ വേണ്ടി തിന്നാ, അല്ല തിന്നാൻ വേണ്ടി ജീവിക്കരുത്. ഒരു പൊറോട്ട തിന്നോളിട്ടോ.
ഒരു പൊറോട്ട. അതിന്റെ നോക്കണ്ട, ഞാൻ അങ്ങനെയൊക്കെ പറയും. ഇതിപ്പോ ഒരു ഇതും കൂടി വാങ്ങേണ്ടി തോന്നുന്നുണ്ട്. പൊറോട്ട വാങ്ങും, പക്ഷെ കൂട്ടി ഉണ്ടാവില്ല കേട്ടോ. നമ്മൾക്ക് ഒന്ന് തീർന്നിട്ടോ ഒന്ന് തീർന്നു. ഞാൻ പറയാം, ഓർഡർ ചെയ്തത് ഞാനാണ്, സാധനം വീടുന്ന് കൊണ്ടുവരും. കോഹ്ലിയുടെ കാര്യമൊക്കെ ഉണ്ട്. അത് തടിന്ന് പറഞ്ഞാൽ അയച്ചുണ്ടാക്കിയെന്ന് അറിയില്ല, അതേമാതിരി തിന്നുണ്ടാക്കിയ തടിയാ. എല്ലാം മുണ്ടൂല. കഴിക്കാൻ കഴിയുന്ന ടൈമിനാണ് മരിച്ചു പോയിട്ട് കഴിക്കാൻ കഴിയില്ലല്ലോ. അമ്മ തീറ്റ തിന്നാ ചിലപ്പോ പെട്ടെന്ന് മരിച്ചു പോകും. തിന്ന് വെച്ചറി നമ്മളെത്ര കാലം ഉണ്ടാവും നമുക്ക് പറയാൻ കൈകളിലല്ലേ. ഞാന് 2 പൊറോട്ട തിന്ന്, 2 പൊറോട്ട 3 കഴിച്ചു. 4 പൊറോട്ട തിന്ന്. 3 കഴിച്ചിട്ടുള്ളൂ ഞാൻ. ഏതായാലും ഇപ്പൊ എണീക്കാൻ പറ്റണേ. അത് അല്ലു 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 ആണോക്കടാ, അല്ലു ആണോക്ക് ആടാ അല്ലുവിന്റെ അതേമാതിരി എടാ അല്ലു. ഞാന് 3 കഴിച്ചിട്ടുള്ളൂ. 3 ഇങ്ങനെ 3 കഴിച്ചിട്ടുള്ളൂ. നല്ല തീറ്റയാണല്ലോ. അല്ല 3 കാണിച്ചിട്ട് 2 പറയും. അയ്യക്കട്ടെ, ഇതിപ്പോ ലാസ്റ്റ് പാത്രം പോകേണ്ട അവസ്ഥ വരും. പൈസ ഉണ്ടല്ലേ കയ്യിലല്ലേ? ഇതിനൊന്നും ആയിണ്ടാവൂലടാ, ചെറിയ പൈസ എത്തിണ്ടാവുള്ളൂ. 7 പൊറോട്ടക്ക് 7 ഉറുപ്പിക ഉണ്ടോ? അടച്ചറപ്പേ. അല്ലൂരേതുള്ള പൈസ 220 ഉറുപ്പിക ആയിട്ടുള്ളൂ. 2 ബോട്ടിയും 7 പൊറാട്ടയും 3 ചായ. ലാഭം ലാഭം ലാഭം. എത്ര ഉറുപ്പിക ലാഭം? ചെറിയ അങ്ങനെ കഴിഞ്ഞിട്ടോ, ഞാൻ ഭക്ഷണം കഴിച്ചാ റാഹത്തായിട്ടോ. പൈസ ഒന്നും വേണ്ട. 200 ഉറുപ്പിക ഞാൻ എടുത്തോളാം, ബാക്കിയുള്ള ഇങ്ങോട്ട് തൊളി ഇറങ്ങാണ്ട് കൊടുക്കുന്നതാ. ഫോണിന്റെ അടുത്തുണ്ട് പൈസ ഇഷ്ടം പോലെ. വാങ്ങിച്ചല്ലോ. ഞങ്ങൾ വരാം. അതെ, ഞങ്ങള് പൊറോട്ട കഴിച്ചു. ഓൾഡ് ബീഫ് കിട്ടിയിട്ടില്ല എന്നുള്ള ഒരു സങ്കടം ഉണ്ട്, പക്ഷെ അത് പ്രശ്നമല്ല. ഞങ്ങള് ബോട്ടി കഴിച്ചു. ബോട്ടി അപ്പൊ തന്നെ അപ്പൊ ഇതിന്റെ സാധനം തീരും. അപ്പൊ എന്റെ മുമ്പ് വരണ്ടീന്ന് അടുത്ത പ്രാവശ്യം നോക്കാം നമുക്ക്. എത്ര കാട്ടണേ എവിടെയെങ്കിലും പോയി കൂട്ടെ, ലെവലില്ലാത്തൊരു സാധനം പണ്ടേ നോളെ. അല്ല എന്താണ് ഉദ്ദേശം? ഞങ്ങള് മേത്ത് കൊള്ള തെറിപ്പിച്ചേ. ഞങ്ങള് പള്ളി പോകാൻ നിക്കാണ്, കുളിച്ചൊളിഞ്ഞ് നിക്കല്ലേ. പിന്നെ പറഞ്ഞ മാത്രം വിളിച്ചാലുള്ളൂ തോന്നല. ഒരു ദിവസം ഒരട്ടം വിളിച്ചാൽ മതി, 10 വട്ടം വിളിച്ചൊന്നും വേണ്ടേ. എന്നാ നല്ല ചെറുക്കൻ. ഞങ്ങള് മറ്റേ ഉമേഷ് യാദവിന്റെ മാരിന്റെ നിക്കാണ്. മുടി പറഞ്ഞു ഇങ്ങനെ ചെറുക്കും കൂടി നടന്നോ?